ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് 3rd ഡേ ഇൻ കേരള ആണ്. ഇന്നാണ് ബിഗ് ഡേ, ദാറ്റ് ഈസ് അമ്മൂസ് ഗൃഹപ്രവേശം. അപ്പോൾ ഞങ്ങളൊക്കെ സെറ്റായി ഗൈസ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ റീലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡയറക്റ്റായിട്ട് വർഷ ഹോട്ടലിലേക്ക് പോവുകയാണ്. ഞങ്ങളെല്ലാം സെറ്റായി അമ്മൂൻ്റെ ഗൃഹപ്രവേശത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനും നന്ദവും അവരൊക്കെ അവിടെയാണ്. ഗണപതി ഹോമത്തിന് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പോൾ ദാ മഹേഷ്, പിന്നെ ദാ അച്ചുവാണ് കാർ ഓടിക്കുന്നത്. അപ്പോൾ ഇനി ഞങ്ങൾ വർഷ ഇൻ്റർനാഷണലിൽ പോയിട്ട് മമ്മീനെയും വൈകേനെയും പിക്ക് ചെയ്യാൻ പോവാണ്. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇവിടെ നമ്മളൊരു സർപ്രൈസാണ് കാണാൻ പോകുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. എന്താണ് സർപ്രൈസ് എന്ന് നിങ്ങൾ തന്നെ കണ്ടറിഞ്ഞോളൂ കേട്ടോ. ഇപ്പം കാണാം. ഭയങ്കര ഇടിയാണ് ഗൈസ്. അച്ചുവാണ് വണ്ടി ഓടിക്കുന്നത്. ഫുൾ ടൈം ഇത് തന്നെയാണ്. അത് ചെയ്യൂ, ഇത് ചെയ്യൂ, അത് ചെയ്യൂ, ഇത് ചെയ്യൂ. അച്ഛന് ദേഷ്യം വരുന്നുണ്ട്, പക്ഷേ ഈ അച്ഛൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ ചെയ്യൂ, ഇങ്ങനെ ചെയ്യൂ. സുച്ചേട്ടൻ എത്തിയിരിക്കുകയാണ്. ഹലോ ബ്രോ. സർപ്രൈസ് ആയിട്ട് ഇവരും എത്തിയിട്ടുണ്ട് ഗൈസ്. ഞാനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് നിൽക്കുകയാണ് മമ്മിക്ക്. ഇവിടെ സാജന സ്തുതിയൊക്കെ വന്നിട്ടുണ്ട്. അവർ സ്തുതി വരുമെന്ന് മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളായിരുന്നു. പക്ഷേ ഇവിടെ ഇവരെ കാണുന്നുമില്ല. ഒരു സർപ്രൈസിന് എത്തിയിട്ടുണ്ട്. എത്ര സമയമായി കൊഞ്ചി? എന്താ കൊഞ്ചി? ഒരാളെ വരുത്തോളം പറഞ്ഞു. നീ അമ്മൂമ്മക്ക് അറിയത്തില്ല. കാണുകയും ചെയ്ത് പറയുകയും ചെയ്ത് ഈ സുതി ഇങ്ങനെയാണ്. ഇന്നലെയും പറഞ്ഞ് ഇന്നലെ പറഞ്ഞു സുതിമാമ വെറുതെ പറഞ്ഞായിരിക്കും ഇവരെ എല്ലാരും കൊണ്ടുവരാനായിരിക്കും പഠിച്ചേക്കും. ഓ, മമ്മി ഓൾറെഡി കണ്ടല്ലേ? മമ്മി ഓൾറെഡി കണ്ട് എല്ലാം കണ്ട് കുളമായി ഗൈസ്. സാരമില്ല, കുഴപ്പമില്ല. ഇവർക്കാണ് സർപ്രൈസ്. സർപ്രൈസ് എല്ലാം പൊളിഞ്ഞു പോയി. അവസാനം ഇവർക്കായി സർപ്രൈസ്. നമ്മുടെ അടുത്ത് സുതി മാത്രമേ വരുന്നുള്ളെന്ന് പറഞ്ഞു. മാമിയും സാജനും വരുന്നത് ഒരു ക്ലൂ ഇല്ലായിരുന്നു. അപ്പം മമ്മി ഓൾറെഡി അവിടെ ചാവി കൊടുത്തിട്ട് സുതിക്ക് അവിടെ ഫ്രഷ് ആവാൻ വേണ്ടി ഒന്ന് ഏൽപ്പിച്ചത്. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഓൾറെഡി അവർ എടുത്തല്ലോ 3 പേര് വന്നു. അപ്പം തന്നെ മമ്മിക്ക് ക്ലിക്കായി. പക്ഷേ ഇന്ന ആൾക്കാരാണെന്ന് വീണ്ടും മമ്മി ആ ലിഫ്റ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ടിരുന്നു. അങ്ങനെ എല്ലാം കുളമായി. അപ്പം നോ വറീസ്. അപ്പോൾ നമ്മൾ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ റിഫ്രഷ് ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ഡയറക്റ്റ് അമ്മൂൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഓൾറെഡി ഗണപതി ഹോമമൊക്കെ രാവിലെ തന്നെ കഴിഞ്ഞിരിക്കുക. നമ്മളാരും അറ്റൻഡ് ചെയ്തില്ല. അതാണ് വേറൊരു കാര്യം. അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫ് മാത്രമേ അറ്റൻഡ് ചെയ്തുള്ളൂ. പിന്നെ അമ്മയും പോയി. ഞങ്ങൾ കുറച്ചും കൂടെ ഒക്കെ ഒരുങ്ങിയൊക്കെ പതുക്കെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയതിൻ്റെ പ്രസാദമൊക്കെ കഴിഞ്ഞു. ആൻഡ് വി ആർ ഓൾ കൺഗ്രാജുലേറ്റിംഗ്. ആൻഡ് ദിസ് ഈസ് ഡെഫിനറ്റ്ലി ഒരു മൈൽ സ്റ്റോൺ അല്ലേ. ജീവിതത്തിൽ എല്ലാവരും ആഗ്രഹിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു വീട് വയ്ക്കുന്നതെന്ന് പറയുന്നത്. അപ്പം അത് സാധിച്ചിരിക്കുകയാണ്. ആൻഡ് ഐ എം ഹാപ്പി ഫോർ ഹെർ. അപ്പോൾ അഥർവമിൻ്റെ ഒരു ഹോം ടൂർ ഞാൻ ഓൾറെഡി എൻ്റെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അത് പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. കംപ്ലീറ്റ് വ്യൂ ഓഫ് ദിസ് ഹൗസ് ഞാൻ അതിലിട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഗണപതി ഹോമത്തിൻ്റെ പ്രസാദമൊക്കെ ഇവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കഴിയുമ്പം ഇത് എല്ലാവർക്കും കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ഇനി നമ്മൾ എല്ലാവരും ഒന്ന് റെഡിയാവും. നമ്മൾ അവിടെ നിന്ന് ഓടിപ്പടച്ച് വന്നതാണ്. അപ്പം കംപ്ലീറ്റായിട്ട് ഒരു ഫൈനൽ ലുക്ക് വരുത്താൻ വേണ്ടി ഞങ്ങൾ ഒന്ന് ഒരുങ്ങുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി ആരൊക്കെയാണ് വരുന്നത്, അവിടെ നിന്ന് വരാനുള്ളത് ഓരോരുത്തർ കോൾ ചെയ്യുന്നുണ്ട്. അവർക്ക് റൂട്ട് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ എല്ലാവരും തിരക്കിലാണ് അതിൻ്റെ ഇതിൽ. അപ്പോൾ ഇതിൻ്റെ പുറവശത്താണ് നമ്മൾ ഇതൊക്കെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതായത് ഭക്ഷണ കാര്യങ്ങളൊക്കെ പുറത്താണ്. സോ അതിൻ്റെ ഡിസ്കഷനൊക്കെയാണ്. ആരാ വരുന്നത്, അവർ വിളിക്കും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള ഡിസ്കഷനൊക്കെ അതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അപ്പോൾ ഇത് അടുക്കളയിൽ നിന്ന് പുറം ഭാഗം, അതായത് വർക്ക് ഏരിയ ഭാഗത്താണ് ഇവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓൾറെഡി ഭക്ഷണമൊക്കെ വന്നിട്ടുണ്ട്, രാവിലത്തെ ടിഫിൻ. പക്ഷേ കുഞ്ഞിന് ഭയങ്കര വിശപ്പായതുകൊണ്ട് നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തില്ല. ആൻഡ് യു ആർ നോട്ട് സപ്പോസ് ടു ടേക്ക് ഇൻസൈഡ് ദ ഹൗസ്. നമ്മൾ പാല് കാച്ചിയതിന് ശേഷമേ അത് ചെയ്യാവുള്ളൂ. അപ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഒരു തയ്യാറെടുപ്പിൽ ആരോ അവിടെ പറഞ്ഞു ഫസ്റ്റ് നമ്മൾ തുളസി നടണമെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മു വേഗം തന്നെ ഒരു തുളസി നടുകയാണത്. പക്ഷേ പിന്നീടാണ് മനസ്സിലായേ, അവിടെയുള്ള ഒരു ആൻറ്റി വന്നിട്ട് പറഞ്ഞു നമ്മൾ തുളസി നടുന്നതിന് മുന്നേ നമ്മൾ വലം വെക്കണമെന്ന്. അതായത് വീട് ചുറ്റും വലം വെച്ചതിന് 3 പ്രാവശ്യം വലം ചുറ്റിയതിന് ശേഷമാണ് നമ്മളിവിടെ തുളസി നടണ്ടേന്നാണ് പറഞ്ഞത്. പക്ഷേ അവളാകെ അയ്യടാന്നായി പോയി. ബിക്കോസ് ഓൾറെഡി നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ, വെള്ളം ഒഴിച്ചിട്ട്
വേറെയുള്ള കാര്യങ്ങൾ നോക്കാം. അപ്പോൾ ആ ആൻറ്റി പറഞ്ഞു ഇനി ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, എനിവേ നട്ടല്ലോ, ഇനി ഇത് ചെയ്താൽ മതി, വേറെയുള്ള കാര്യങ്ങൾ ഇവരാണ് നമുക്ക് ഡയറക്ഷൻ തരുന്നത്. ഈ ആൻറ്റി അമ്പലത്തിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, അപ്പം എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. അപ്പോൾ ഇനി ഈ ആൻറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് നമ്മളിനി ഓരോ കാര്യങ്ങളും ഇവിടുത്തെ ചടങ്ങും കാര്യങ്ങളും ഒക്കെ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വിളക്കൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ അഷ്ടമംഗല്യം റെഡിയാക്കണം, അതിന് വേണ്ടത് പറ വേണം. അപ്പോൾ അതിൻ്റെ അതൊന്നും നമ്മൾ റെഡിയാക്കിയിട്ടില്ല. അപ്പോഴത്തേക്ക് ചേച്ചിമാരെയൊക്കെ വിളിച്ച് പറഞ്ഞു അത് കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവരത് കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഒരു ഇതിലാണ്. ബൈ ദി ടൈം നമുക്ക് സുധിയുടെ കോൾ വന്നു, അവർ അവിടെ റെഡിയായി നിന്നു. അപ്പോഴേക്കും മഹേഷ് ഏട്ടനും അച്ഛനും കൂടെ പോയിട്ട് അവരെ വിളിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ അമ്മു അറിയുന്നത് ഇതുപോലെ സാജനും മാമിയും വന്നിട്ടുണ്ടെന്ന്. സുധി മാത്രം വരുമെന്നായിരുന്നു തലേ ദിവസം വരെ നമ്മൾ അറിഞ്ഞിരുന്നത്. അങ്ങനെ ഇതൊരു സർപ്രൈസായിരുന്നു അമ്മുവിന്. അപ്പം എനിവേ വി ആർ സോ ഹാപ്പി. അങ്ങനെ നമ്മൾ ഇനിയിപ്പം ഇതിൻ്റെ ചടങ്ങിനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പോഴത്തേക്കും മഹേഷ് ഏട്ടൻ്റെ സിസ്റ്റേഴ്സൊക്കെ എത്തി. ഇതാണ് രമ്യ ചേച്ചി, അത് സന്ധി ചേച്ചി, ആൻഡ് ദെൻ രാധിക ചേച്ചി. കുട്ടികൾക്കൊക്കെ ക്ലാസ് ഉണ്ട്, അപ്പോൾ അവർ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വരും. ഇതാണ് മഹേഷ് ഏട്ടൻ്റെ അമ്മ സീതമ്മ. അപ്പോൾ എല്ലാവരും സെറ്റ് സാരിയാണ്. ബൈ ഡീഫോൾട്ട് ഞാനും സെറ്റ് സാരിയായി. അപ്പോൾ എല്ലാവരും യൂണിഫോമായിട്ട് സെറ്റ് സാരി ആയിരുന്നു വന്നത്. അപ്പോൾ ഈ പറ നിറയ്ക്കാൻ അതിന് നെല്ല് വേണമെന്ന് പറഞ്ഞു. അപ്പം നെല്ലും നമ്മൾ എന്ത് ചെയ്തു, ഈ ഗണപതി ഹോമത്തിന് വെച്ച നെല്ലാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത്. ബൈ ദി ടൈം ആ ആൻറ്റി നമുക്ക് കൊണ്ടുവന്ന് തന്നു. മമ്മി പിന്നെ മാമിക്കെല്ലാം കാണിച്ചു കൊടുക്കുമായിരുന്നു. പിന്നെ അവർ നാട്ടുവിശേഷം വീട്ടുവിശേഷമൊക്കെ ആയിട്ട് അവിടെ നടക്കുകയാണ്. ബൈ ദി ടൈം നമ്മുടെ ആൻറ്റി ഒക്കെ പറയൊക്കെ റെഡി ചെയ്ത്. ഇതാണ് അഷ്ടമംഗല്യം, അതിൻ്റെ ഒരു സെറ്റ് രാധിക ചേച്ചിയുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മൾ വിളക്കൊക്കെ ഇതാക്കിയിട്ട് എല്ലാം റെഡിയാക്കി. പിന്നെ നമ്മൾ മുണ്ടും അതൊക്കെ വെക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനാണ് പറ എടുക്കുന്നത്. പിന്നെ അതേമാതിരി അമ്മു വിളക്ക് പിടിക്കും, അഷ്ടമംഗല്യം സന്ധ്യ ചേച്ചിയാണ് പിടിക്കുന്നത്. അങ്ങനെ ഞങ്ങളതെല്ലാം സെറ്റാക്കിയിട്ട് പറയെല്ലാം നിറഞ്ഞു ഒഴുകണമെന്നാണ് പറയുന്നത്. അതുപോലെ ആൻറ്റിയൊക്കെ ശരിയാക്കി തന്നു. ഇനി നിങ്ങൾക്ക് കാണാവുന്നത് ഈ ബേബി റോക്സിലേക്കാണ് ഞങ്ങളിതിലേക്ക് ഇറക്കുന്നത്. ദൈവമേ, അതായത് നല്ല ചൂടും കാലിലത് കുത്തി തുളച്ച് കയറുമായിരുന്നു. പക്ഷേ വീഡിയോ ഉണ്ട്, ആ ഒരു റിയാക്ഷനും കാണിക്കാൻ പാടില്ല. അത് ഞങ്ങൾ കുറേ മാനേജ് ചെയ്തു. അതും ഈ എല്ലാ സംഭവങ്ങളും നമ്മൾ 3 വട്ടമാണ് വലം വെക്കേണ്ടത്. ഈ കല്ലിൽ കൂടെ നടന്ന് ആകെ വശം കെട്ടു കേട്ടോ, ഉള്ള കാര്യം പറയാം. പിന്നെ പുറവശത്തൊക്കെ പോയി കഴിയുമ്പം വീണ്ടും ബാക്ക് സൈഡിൽ ആ ബേബി റോക്സ് ഉണ്ടാവും. അങ്ങനെ ഞങ്ങൾ കുറേ കഷ്ടപ്പെട്ട് 3 പ്രാവശ്യം വലം വെച്ചിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലേക്ക് കയറേണ്ടത്. ഈ സംഭവം ചെയ്യുമ്പോൾ വീടിനകത്ത് ആരും കാണാൻ പാടില്ലെന്നാണ് ശാസ്ത്രം. അങ്ങനെ വീട്ടിലുള്ള ചെറിയ കുട്ടിയാണെങ്കിൽ പോലും അത് ഉറങ്ങുവാണെങ്കിലും നമ്മൾ അവരെ എടുത്തുകൊണ്ട് പുറത്തേക്ക് വരണം. അങ്ങനെ 3 ടൈംസ് നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ട് നമ്മൾ വീടിനകത്തേക്ക് കയറും. പിന്നെ നമ്മൾ പാല് കാച്ചുന്ന ചടങ്ങിലേക്കാണ് നെക്സ്റ്റ് കടക്കുന്നത്. അങ്ങനെ അമ്മു പാല് കാച്ചുന്ന ആ ചടങ്ങിലേക്ക് ഇതാക്കുകയാണ്. നമ്മൾ പാലൊക്കെ റെഡിയാക്കി നമ്മളവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ പ്രാർത്ഥനയാണ്. ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അംബേ നാരായണ ദേവി നാരായണ അംബേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ഭദ്രേ നാരായണ അംബേ ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം അപ്പോൾ നമ്മുടെ ചടങ്ങെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ നിന്ന് ഗിരീഷ് മാമനും സ്മിത ചേച്ചിയൊക്കെ എത്തിയിരിക്കുകയാണ്. അവരൊക്കെ നമ്മുടെ ആലപ്പുഴ സൈഡിൽ നിന്നാണ് അതിരാവിലെ തന്നെ പുറപ്പെട്ട് എത്തിയത്. അപ്പോൾ വീടൊക്കെ കാണുന്നതിന് മുന്നേ നെക്സ്റ്റ് നമ്മൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും വിശന്നിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഇഡ്ഡലി ഉണ്ടായിരുന്നു, അപ്പം, കുറുമയുണ്ട്, പിന്നെ സാമ്പാർ, ചട്നി. അപ്പോൾ അതെല്ലാം എല്ലാവർക്കും സെർവ് ചെയ്യുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഉഷക്കുഞ്ഞമ്മയും പൈങ്കിളിയും പിന്നെ പ്രതാപാപ്പനും എത്തി. അങ്ങനെ എല്ലാവർക്കും റൂട്ടൊക്കെ നമ്മൾ ഓരോരുത്തരെ പോയി പിക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ എല്ലാവർക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് സെറ്റായി. അപ്പോൾ ഇതൊക്കെ നോക്കി നടത്തുന്നത് നമ്മുടെ മഹേഷേട്ടൻ്റെ അച്ഛനാണ്. ആളെല്ലാം
കാര്യങ്ങളും നോക്കുക. പിന്നെ ഇത് സഹായിക്കാൻ വേണ്ടി ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അപ്പോഴേക്കും നമ്മുടെ ഉച്ചയ്ക്ക് ഊണിനുള്ള സംഭവങ്ങളും എത്തിച്ചേർന്നിരിക്കുകയാണ്. പല വിഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അത് ഇടാം ഇവരുടെ രണ്ടുപേരുടെ. അതെ കഴിഞ്ഞു, എണ്ണീറ്റോ, മതി എണ്ണീറ്റോ. ഹലോ കഴിഞ്ഞു, എണ്ണീറ്റോ. അങ്ങനെ എല്ലാവരെയും ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇവരൊക്കെ ആകെ എക്സൈറ്റഡ് ആണ് എൻ്റെ വ്ളോഗും കാര്യങ്ങളും ഇവൾ എന്തൊക്കെയാണോ എടുക്കുന്നതെന്ന് ഉള്ള ഒരു ഇതുമുണ്ട്. അപ്പോൾ അമ്മു എല്ലാവർക്കും വീടും കാര്യങ്ങളും ഒക്കെ കാണിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ നമ്മളെല്ലാവരും ആസ് യൂഷ്വൽ എല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ നാട്ടിലെ കാര്യങ്ങളും ഓരോ കഥകളും പഴയ കഥകളൊക്കെ പറഞ്ഞ് ചിരിച്ചും കളിച്ചും സമയം ഇങ്ങനെ പോവുകയാണ്. അപ്പം എവ്രിബഡി വാസ് സോ ഹാപ്പി. ആൻഡ് ഞങ്ങളും ഇവരെയൊക്കെ കുറേ നാളുകൾക്ക് ശേഷമാണ് കണ്ടിരിക്കുന്നത്. പിന്നെ മാമിയും ഇവരൊക്കെ പിന്നെ ഓൾറെഡി ബാംഗ്ലൂരിൽ തന്നെ നമ്മളിടയ്ക്ക് കാണാറുണ്ട്. പക്ഷെ നാട്ടിൽ നിന്ന് വന്നവരെയൊക്കെ ആഫ്റ്റർ ലോങ് ഗ്യാപ്പാണ് നമ്മൾ മീറ്റ് ചെയ്യുന്നത്. അപ്പം ഇവരൊക്കെ വ്ളോഗിൽ ഇവളെന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്നൊക്കെ പറഞ്ഞ് കളിയാക്കലാണ്. ഇതാണ് ഗിരീഷ് മാമൻ. അപ്പം പുള്ളിക്കാരനൊക്കെ ഇപ്പോഴാണ് എൻ്റെ വ്ളോഗ് കാണുന്നതും ആൾ സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറഞ്ഞിട്ടാണ് ആൾ ആ മൊബൈലെടുത്ത് ചെയ്യുന്നത്. അതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു. ആൻഡ് പിന്നെ നമുക്ക് കുറച്ച് സ്വീറ്റ്സൊക്കെ അമ്മ കൊണ്ട് തന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ചൊക്കെ ഒന്ന് കഴിച്ച് ഇരിക്കുകയാണ്. ആൻഡ് ഗിരീഷ് മാമനാണെങ്കിൽ ഞാൻ ഈ വ്ളോഗിനകത്ത് ഇപ്പോൾ ഞാൻ കഴിക്കുന്നതും ഒക്കെ എടുക്കുമോ എന്നുള്ള ഒരു ഇതിലാണ്. ഇതാണ് രാധിക ചേച്ചിയുടെ മോള്. മോളുടെ പേര് പറഞ്ഞു കൊടുക്ക. ഇതാണ് മോൻ. ബൽറാം എന്നാ പേര്. സാജന്റെ ലവർ മേടിച്ചു കൊടുത്തേന്നാ മാമി പറയുന്നത്. ആരാ സാജന്റെ ലവർ? സത്യം പറ. എത്ര ഉണ്ട് മാമി? ഏത് ലവറാ കൊടുത്തേ? ഓ ഒരേ ഒരു ദിവ്യ പ്രണയം. ഓ തിരിയൊക്കെ ഇവിടുത്തെ കാക്കത അവിടെ ഇരുന്ന ഒരു ലാമ്പ് സെയിം ആ തിരി എടുത്തോണ്ട് പോയി അത് കഴിക്കുകയാണ്. ഇവിടുത്തെ കാക്കയൊക്കെ തിരിയൊക്കെ കഴിക്കുന്നത്. കാക്ക ഭയങ്കരം കാക്കയാണ്. ചിത്രശലഭം പോയോ? ഇതിന്റെ ചങ്ങലയ്ക്ക് കൊണ്ടുവന്നേ ഇതിനെയൊക്കെ കുറിച്ച് പോ കൊള്ളാലോ സംഭവം. ഇതിനെ നമ്മുടെ നാടൻ ഇതുപോലെ വിളിക്കാൻ പാടില്ല, വേറെ സ്റ്റൈലായിട്ട് വിളിക്കണം. ഓ ഭയങ്കര കേട്ടോ. അതെ അതെ. അയ്യോ ഭയങ്കര വലുതാ. അതിൻ്റെ വാലൊക്കെ കണ്ടോ. പിന്നെ നമ്മൾ പാല് കാച്ചിയ പാലും കൊണ്ട് മമ്മി പായസം ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതെല്ലാം റെഡിയാക്കി. പക്ഷേ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അതാരും കുടിച്ചില്ല, അതവിടെ തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ നമ്മുടെ കുറച്ച് അഭ്യാസങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ പോയി സെൽഫി എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരും നമ്മളെ കടന്ന് വിളിച്ചുകൊണ്ടിരിക്കുക. നമുക്കിനി ഒരു ഫോട്ടോ സെഷൻ. അപ്പം നമ്മളുടെ വക ഇനി കുറച്ച് ഫോട്ടോ സെഷനൊക്കെയാണ്. ഓരോ ഫാമിലിയെ വിളിച്ചിട്ട് നമ്മൾ എല്ലാവരുടെയും ഫോട്ടോസ് എടുക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവിടെ ഓപ്പോസിറ്റ് സൈഡ് അവർ ഓൾറെഡി അവിടെ ഭക്ഷണത്തിനുള്ളത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരും വിളിക്കുന്നുമുണ്ട് പെട്ടെന്ന് വന്ന് കഴിച്ചു വന്ന്. പക്ഷെ നമുക്കെങ്ങനെ ഇവിടെ വിശപ്പൊന്നും അത് സംഭവമില്ലല്ലോ. നമ്മൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചത്. അപ്പം ഞങ്ങൾ പറഞ്ഞു കുറച്ചും കൂടെ കഴിയട്ടെ എന്നുള്ള രീതിയിൽ. അപ്പോഴേക്കും നമ്മളത് തുടങ്ങുന്നതിന് നമ്മൾ വിളക്ക് വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ നമ്മൾ ഇലയൊക്കെ ഇട്ട് നമ്മൾ എല്ലാ വിഭവങ്ങളും ആദ്യം നമ്മൾ വിളക്കിന് വിളമ്പണം. അതാണ് ശാസ്ത്രം. അങ്ങനെ അമ്മുവാണ് ഇതെല്ലാം ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവളിങ്ങനെ ഓരോ കറികളിങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം പുളിയിഞ്ചി, അച്ചാർ, ഒരു സദ്യക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും നമ്മൾ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ എല്ലാം നമ്മൾ വിളക്കിന് വേണ്ടിയിട്ട് വിളമ്പുകയാണ്. അത് നിങ്ങൾക്കിനി ഒന്ന് കാണാം. അങ്ങനെ പപ്പടം വെച്ചു, കൂട്ടുകറിയുണ്ട്, പിന്നെ അവിയൽ, തോരൻ, പിന്നെ 2 സൈസിലെ അച്ചാറുകളുണ്ടായിരുന്നു,
പിന്നെ ഒരു പൈനാപ്പിൾ ഒരു കിച്ചടി എന്തോ ഒരു പൈനാപ്പിൾ കൂട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വളരെ ടേസ്റ്റി. എനിക്ക് ഈ എല്ലാ വിഭവങ്ങളിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ ഒരു സംഭവമായിരുന്നു. ആ പൈനാപ്പിൾ കൊണ്ടുള്ളത് മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല സ്വീറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉണ്ടായിരുന്നു. അത് ഭയങ്കര ടേസ്റ്റിയാണ്. പിന്നെ ബീട്രൂട്ടിൻ്റെ പച്ചടി ഉണ്ടായിരുന്നു, കൂട്ടുകറി, പിന്നെ സാമ്പാറും, പിന്നെ അതുകൂടാതെ രസവും മോരും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും നമ്മളിവിടെ കാണിച്ചില്ല. പിന്നെ പായസം ലൈക്ക് 2 വെറൈറ്റീസ് ഉണ്ടായിരുന്നു. ഒന്ന് പരിപ്പുണ്ടായിരുന്നു, പിന്നെ അടപ്രഥമൻ. അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ ഓൾറെഡി എല്ലാ ഇലയൊക്കെ ഇട്ടിട്ട് ഇവർ എല്ലാവരും വിളിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നമുക്കൊന്നും വിശപ്പില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളിനി ലാസ്റ്റ് ഇരിക്കാം. ഇപ്പോൾ ഈ വിളമ്പിയത് ആരൊക്കെ വേഗം പോകാനുള്ളവർ മാത്രം ഫസ്റ്റ് സെറ്റ് ഇരിക്കട്ടെ എന്ന്. പിന്നെ ഈ കുട്ടിപ്പട്ടാളത്തിൻ്റെയൊക്കെ വക ഒരു ഡാൻസ് ഉണ്ടായിരുന്നു. അവരപ്പം കൊറിയോഗ്രാഫി ചെയ്തിട്ട് വന്ന് നമുക്ക് കാണിച്ചു തരുമായിരുന്നു കേട്ടോ അവർ ഡാൻസ്. ഞാൻ പിന്നെ ഈ കോപ്പിറൈറ്റ് പ്രശ്നം കാരണം ഈ പാട്ട് എന്താണെന്ന് ഞാൻ ഇടുന്നില്ല. ഇനി നിങ്ങൾ തന്നെ ഈ പാട്ട് എന്താണെന്ന് ഇവരുടെ ചുവടുകൾ കണ്ടുകൊണ്ട് നിങ്ങൾക്ക് ഗസ് ചെയ്യാവുന്നതാണ് ഇവരെന്താണ് കളിക്കുന്നതെന്ന്. അപ്പോൾ ഇവർ രണ്ടുപേരും സൂപ്പർ ഡാൻസേഴ്സാണ്. പിന്നെ നമ്മുടെ കുഞ്ഞനും ആദ്യം ഇവർ എന്തോ പഠിപ്പിച്ചു കൊടുത്ത രീതിയിൽ എന്തൊക്കെയോ ചെയ്തത്. പക്ഷെ ഞാനും ഫസ്റ്റ് ടൈമാണ് കുഞ്ഞൂട്ടൻ്റെത് ഇത്ര അവരുടെ കൂടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണിക്കുന്നത്. യൂഷ്വലി അവനിതൊന്നും കാണിക്കാറില്ല. അവർക്ക് ആനുവൽ ഡേ ഒക്കെ ഉള്ളപ്പം അവിടെ കാണിക്കല്ലാതെ ഇങ്ങനെ പൊതുവെ എല്ലാവരുടെയും മുന്നിൽ വെച്ചൊരു ഡാൻസൊക്കെ പെർഫോം ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത്. അപ്പോൾ ഇവർ രണ്ടുപേരും സൂപ്പർ ഡാൻസേഴ്സ് ആട്ടോ, നമ്മുടെ മഹാദേവ് ആൻഡ് ഋതിക. അപ്പോൾ ഈ സ്റ്റെപ്പ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏതൊക്കെ ഡാൻസാണെന്ന്. സോ അപ്പോൾ നമുക്ക് ആദിക്കുട്ടനും കുഞ്ഞൂട്ടനും ഭയങ്കര നാണക്കാരന്മാരാണ്. അവരും എങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട് കേട്ടോ ആ ഒരു സ്റ്റെപ്പുകളൊക്കെ. അപ്പോൾ ഇവരുടെ വകയായിരുന്നു ഡാൻസും കാര്യങ്ങളും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഈ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഇവരുടെ ഇതിൽ. അപ്പം ഇറ്റ് വാസ് നൈസ്. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് നാണക്കേണ്ടത് ആ കുഞ്ഞിൻ്റെ ഈ സ്റ്റെപ്പൊക്കെ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ. യൂഷ്വലി ഇവരതൊന്നും ചെയ്യാത്തതുകൊണ്ട് എങ്കിലും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ കുട്ടികളുടെ പെർഫോമൻസ്. അപ്പോൾ ഇനി നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് ദേഷ്യം വരും. അങ്ങനെ എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ഇങ്ങനെ എല്ലാവരും ഇരുന്ന്. അപ്പം ഇവിടെയും കുറേ കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ അകത്തേക്കാക്കുന്നത്. ഇവിടെ എൻ്റെ ഫാൻസൊക്കെയാണ് ഈ ഇരിക്കുന്ന ചെറിയ കുട്ടികൾ. അവരെന്നോട് പറഞ്ഞ് ഇപ്പം നമ്മൾ മറന്നു പോയ കാര്യങ്ങളാണെങ്കിലും അവർ പറയും എടുക്കുന്നില്ലേ വ്ളോഗ്. അങ്ങനെയാണ് അവർ. ഭയങ്കര എന്താ പറയുക എൻകറേജ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ എല്ലാവരും കഴിച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ വക സാറ്റ് കളി. അപ്പം നമ്മുടെ കുട്ടിക്കാലത്തേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകുന്നത് ഇവർ ഈ കളിക്കുന്ന കണ്ടപ്പം നല്ല രസമുണ്ടായിരുന്നു. ഇതും കുറച്ച് നേരം ഞാൻ കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഓപ്പോസിറ്റുള്ള നമ്മുടെ ഈ കടയിൽ വന്നിട്ട് നമ്മൾ ഒരു സോഡാ സർവത്തൊക്കെ മേടിച്ച് കുടിച്ചത്. അപ്പോഴേക്കും വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ ഭഗവതി സേവയ്ക്കുള്ളതൊക്കെ അറേഞ്ച് ചെയ്യുക. അപ്പോഴേക്കും ഇവർ റെസ്റ്റൊക്കെ എടുക്കാനായിട്ട് അവർ ഹോട്ടലിലേക്ക് പോവാണ്. ഞങ്ങളിവിടെ നാരങ്ങ വെള്ളമൊക്കെ കുടിച്ച് അടിച്ചു പൊളിച്ചു. ഇനി നമ്മൾ ഭഗവതി സേവയ്ക്കുള്ള കാര്യത്തിന് എല്ലാം റെഡിയാക്കുകയാണ്. അവർ നേരത്തെ വന്നിട്ട് ഇവിടെ കളമൊക്കെ വരച്ച് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു പൂജ വാസ് വെരി ബ്യൂട്ടിഫുൾ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ആൻഡ് എല്ലാവരും, അതായത് കുട്ടികളൊക്കെ ആണെങ്കിൽ അതുവരെ കളിച്ചൊക്കെ നടന്നവരെ നമ്മൾ പറഞ്ഞു ഇതൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കണമെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവർ നല്ല കുട്ടികളായിട്ടിരുന്നിട്ട് അവിടെ എല്ലാവരുടെയും കൂടെ അത് നാരായണിയും അമ്മേ നാരായണവും ഒക്കെ ചൊല്ലി നല്ല നല്ല കുട്ടികളായിട്ടിരിക്കുകയായിരുന്നു അത്രയും നേരം. അതായത് ഒരു 1.5 hours അതായത് ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നല്ല കുട്ടികളായിട്ടിരുന്നതാണ് മെയിനായിട്ട്. അപ്പോൾ ഈ ഒരു ചടങ്ങും നന്നായിട്ടുണ്ട്. ഞാനും ഫസ്റ്റ് ടൈമാണ് ഈ ഒരു പൂജ ഇതിലൊക്കെ പങ്കെടുക്കുന്നത്. ലക്ഷ്മീ നാരായണ പതേ നാരായണ അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മീ നാരായണ ലക്ഷ്മീ നാരായണ പതേ നാരായണ അമ്മേ. അങ്ങനെ പൂജയും കാര്യങ്ങളുമൊക്കെ നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഫിനിഷിങ് സ്റ്റേജ് എത്തിയപ്പോഴത്തേക്ക് നമ്മുടെ കുട്ടികളൊക്കെ റെസ്റ്റ്ലെസ് ആവാൻ തുടങ്ങി. ഇവരൊരു കളി കളിക്കാൻ തുടങ്ങി. അതായത് എന്നെ വിളിച്ചിട്ട് പറയും അവരെ വിളിക്കൂ, അവരെ വിളിച്ചിട്ട് പറയും മറ്റവർ വിളിക്കൂ. ആ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഇവരുടെ വക. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു മതി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാനൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അവരടങ്ങിയിരുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് നല്ല ഒരു പൂജയായിരുന്നു. ആൻഡ് വി കുഡ് ഫീൽ ദ വൈബ്.
ആ ഒരു പോസിറ്റീവ് വൈബ് വരുന്നതൊക്കെ എല്ലാവർക്കും അവിടെ വിറ്റ്നസ് ചെയ്യാൻ പറ്റി. ആൻഡ് എല്ലാം നല്ല മംഗളകരമായിട്ട് നടന്നിരുന്നു. ആൻഡ് ഇറ്റ് വാസ് വെരി നൈസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവർ കുറേ പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പല വെറൈറ്റീസ് ഓഫ് പ്രസാദമാണ് അവർ റെഡിയാക്കിയത്. അതെല്ലാം എല്ലാവർക്കും വിതരണം ചെയ്തു. പിന്നെ നമ്മൾ ലാസ്റ്റ് ഒരു കേക്ക് കട്ടിംഗ് ആണ്. അപ്പം കേക്കൊക്കെ നമ്മൾ ഓൾറെഡി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫൈനലി നമ്മളത് എല്ലാവരും കൂടെ മുറിക്കുകയാണ്. അങ്ങനെ ദാറ്റ്സ് എ ന്യൂ ബിഗിനിങ് എന്നുള്ള രീതിയിൽ ഈ ഒരു കേക്ക് മുറിച്ചു. ആൻഡ് ദ ഫ്ലേവർ വാസ് വെരി ഗുഡ്. അതായത് ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ഉള്ളതാണ് അമ്മു വാങ്ങിച്ചത്. യൂഷ്വലി അവൾ ചോക്ലേറ്റ് ഫ്ലേവറാണ് പ്രിഫർ ചെയ്യുന്നത്. എപ്പം എന്ത് കേക്ക് വാങ്ങിച്ചാലും ഷീ വിൽ പ്രിഫർ ദാറ്റ് ഓൺലി. അങ്ങനെ എല്ലാവരും കൂടെ ആ ഒരു കേക്ക് മുറിക്കുകയാണ്, ഓൾ കുട്ടീസ്. അങ്ങനെ ആ ചടങ്ങെല്ലാം കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ഇവർക്ക് ഇന്ന് തന്നെയാണ് അവരുടെ തിരിച്ച് ബാംഗ്ലൂരിലോട്ടുള്ള ട്രെയിൻ. അപ്പോൾ ഇവരെ നമ്മളെ സുച്ചേട്ടനാണ് കൊണ്ടുവിടുന്നത്, അതായത് മഹേഷേട്ടൻ അളിയൻ. അപ്പോൾ തൃശ്ശൂരിലാണ് അവർക്ക് ട്രെയിൻ ഉള്ളത്. അപ്പം എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞിട്ട് ദേ ആർ മൂവിങ്. അപ്പം ഡെഫിനറ്റ്ലി എപ്പോഴും നമുക്ക് യാത്ര പറയുമ്പോൾ ഒരു സങ്കടമാണല്ലേ. അത് എത്ര ഇതാണെന്ന് പറഞ്ഞാലും നാളെ കാണുന്നതാണെന്ന് പറഞ്ഞാലും നമുക്ക് യാത്രയപ്പ് എപ്പോഴും ഒരു സാഡ് പാർട്ടാണ്. അങ്ങനെ നമ്മൾ പിന്നെ ഇനിയിപ്പം നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്ക് ഇനി നമ്മൾ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം. ഹൈസ്കൂൾ കളിസ്ഥലം. ഈ കളിസ്ഥലത്താണോ? അത് ക്ലാസ്സിലൊന്നും കയറിയില്ല നിങ്ങൾ? ഓ, അതിന്റെ കണ്ടിന്യൂഷൻ ആണ് ഗൈസ് ഇവിടെ ഉള്ളത്. എല്ലാവരും ഇവിടെ അല്ല, ബോയ്സ് സ്കൂളാണ്. വരും ബോയ്സ് മാത്രമേ ഉള്ളൂ. ബോയ്സിന് മാത്രമേ ഉള്ളതാണ്. അപ്പം നമ്മൾ അമ്മുവിന്റെ ഗൃഹപ്രവേശ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ പോവാണ് ഗൈസ്. NCCയോ? ഓ, ചേട്ടൻ ഇവിടുന്ന് NCC ഒക്കെ കയറ്റിയത്. ഇതിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇവിടെ. ഓ, നോക്കൂ ഗൈസ്, ഇതുപോലെ പണ്ട് ഇതാണ് ഫ്രണ്ട് സൈഡ്. എന്ത് നാരങ്ങ വെള്ളം കിട്ടുന്നത്? ഇവിടെയാണ് ഗേൾസ് സ്കൂൾ. ഇവിടെയാണ് ചേട്ടന്റെ അനിയത്തിമാരൊക്കെ പഠിച്ചത്. അപ്പൊ ചേട്ടൻ ഇവിടെ വായി നോക്കാൻ വേണ്ടി വരുന്നത് അല്ലേ നിങ്ങൾ? ഇത് +2 വരെ ഉണ്ട്. ഓക്കെ. ഓ, നഴ്സറി സ്കൂൾ. എവിടെ? ഇതാണ് പ്രൈമറി സ്കൂൾ അല്ലേ? ഗൈസ് നോക്കിക്കോളൂ. അപ്പോൾ നമ്മൾ ചേട്ടന്റെ നാട്ടിൽ സ്കൂളെല്ലാം കണ്ടു. ഓക്കെ, പ്രൈമറി സ്കൂളിന്റെ മെയിൻ എൻട്രൻസ് ആണ് ഇത്. അതെ അല്ലേ? പണ്ട് ഇങ്ങനെ മതിലൊന്നും ഇല്ലായിരുന്നു, ചുമ്മാ കയറി പോയാലും അല്ലേ? ഇവിടെയോ? ഇങ്ങനെയായിരുന്നു പണ്ട്. ഇതായിരുന്നു പഴയ ഗേറ്റ്. പിന്നെ അവരിപ്പോൾ അങ്ങോട്ടൊക്കെ കിട്ടിയത്. ഓക്കെ.